ഹലോ, വലിയ ഇമ്രാസാണ്. ഇന്ന് പെയിൻ ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെയിൻ ത്രഷോൾഡ്. ഒരേ വേദന പല തവണകൾ നമുക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ ആ വേദനയുടെ കാഠിന്യം കുറയുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടും. അതിനാണ് നമുക്ക് പറയുന്നത് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ആ വേദനയോടുകൂടെ നമുക്ക് ശരീരം അഡാപ്റ്റബിൾ ആവുകയാണ്. പെയിൻ ത്രഷോൾഡ് അഡാപ്റ്റബിലിറ്റി. നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും നമ്മളെ ശരീരത്തില് പല നൂല് കൊണ്ടും പല കോർണർ കൊണ്ടും എല്ലാം കുത്തിയിട്ട് ഓൾറെഡി ഹുക്കൊക്കെ ഇട്ടതിന് ശേഷം ചില ആഘോഷങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ സാധിക്കുന്നു? അല്ലെങ്കിൽ ചില ആളുകൾ തീയുടെ മുകളിൽ നടക്കുന്നത്. ഇതെന്താണ് സംഭവിക്കുന്നത്? അവിടെ നിലവിൽ അനുഭവപ്പെടുന്ന പെയിന് തുടർച്ചയായിട്ട് നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ അനുഭവപ്പെടുന്ന വേദനയുടെ ത്രഷോൾഡ്, നമുക്ക് കിട്ടുന്ന എഫക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. അപ്പൊ റിയലി ഈ പെയിൻ ത്രഷോൾഡ് നമുക്ക് അനുഭവപ്പെടുന്ന, സാധാരണഗതിയിൽ അനുഭവപ്പെടുന്ന അത്ര തന്നെ ഈ വേദനയുടെ കാഠിന്യം നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോ പെയിൻ ത്രഷോൾഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരാൾക്ക് തീപ്പൊള്ളയേറ്റാൽ പെട്ടെന്ന് പെയിൻ ശരീരത്തിൽ മൊത്തത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പെയിൻ ഷോക്ക് ഉണ്ടാവുന്നു. പെയിൻ ഷോക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ന്യൂറോജനിക് ഷോക്ക്. അത് നമ്മളെ തലച്ചോറിനോട് ബാധിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അയാൾ ഹാർട്ട് നിന്നു പോകുന്നതാണ്. അപ്പോ ഇവിടെ വേദനയുടെ കാഠിന്യം തുടർച്ചയായി അനുഭവപ്പെടുമ്പോൾ ആ വേദനയുടെ തീവ്രത കുറഞ്ഞു വരുന്ന ശരീരത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡാപ്റ്റബിലിറ്റി, പെയിൻ ത്രഷോൾഡ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഡെന്റിസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യം നമുക്ക് അനുഭവപ്പെടുന്ന വേദന വളരെ കാഠിന്യമുള്ളതാണെങ്കിലും തുടർച്ചയായിട്ട് അനുഭവപ്പെടുമ്പോൾ വി വിൽ ബി അഡാപ്റ്റഡ് ടു ദാറ്റ് പെയിൻ. റിയലി പെയിൻ ആദ്യം സംഭവിച്ച അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നു എങ്കിലും നമുക്ക് ഈ വേദന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് ഈ അഡാപ്റ്റബിലിറ്റിയുടെ ഭാഗമാണ്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. സമയം വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ത്രഷോൾഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ. എന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimras.clinic.com. താങ്ക് യു.